അല്ല, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അത് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധമില്ല. ഇപ്പൊ സമ്മതിച്ചല്ല, ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല, എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറഞ്ഞു. റീലിടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് ഈ വേലി. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. ഇതെന്താ അറിയാമോ? നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയാണ്. യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെക്കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത്, ഒരു അപാകതയുണ്ടെന്ന് അല്ലേ? പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത്. എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാലിടിഞ്ഞൊന്നും വീണില്ല. അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ്. മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ്. ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട. വിള്ളൽ അടച്ചാൽ മതി, വിള്ളൽ ടാർ ചെയ്താൽ മതി. വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളു, വലിയ വിള്ളൽ കാണാൻ പോവാണ്. അപ്പൊ ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ്. രണ്ടാമത്, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി. അതിന് 4ാം വാർഷികത്തിൽ അതിന് വിള്ളൽ വീണു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്നാണ് മന്ത്രിക്ക് പരാതി. ഞങ്ങൾക്ക് സന്തോഷമല്ല, ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്. MP-മാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ്, അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന്. അന്ന് ഇത് ഇലക്ഷന് മുമ്പ് ഇത് നടത്തി. ഞങ്ങളാണ് കൊണ്ടുവന്നത്. 8 കാലി മമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ റോഡിന്റെ കാര്യത്തിലും. അതാണ് 4ാം വാർഷികത്തിൽ പൊളിഞ്ഞ് താഴെ വീണത്. അപ്പൊ റീല് അതിന്റെ എണി പൊളിഞ്ഞ് താഴെ വീണ റോഡൊക്കെ പൊളിഞ്ഞു. പക്ഷേ മന്ത്രി പറയുന്നത് UDF ഇതിന് തുരങ്കം വെക്കുകയാണ്, മാറ്റത്തിന് തുരങ്കം വെക്കുകയാണ് മന്ത്രി ആരോപിച്ചു. ഞങ്ങൾ ഏത് കാര്യത്തിലാണ്? ഞങ്ങൾ ഒറ്റ കാര്യത്തിലാണ് എതിരെ നിന്നിട്ടുള്ളത്. കേരയിൽ അത് കേരളത്തിനെ പാരിസ്ഥിതികമായി തകർക്കും, സാമ്പത്തികമായി തകർക്കും. ഞങ്ങളൊരു നിലപാടെടുത്തു. ആ നിലപാടിൽ നിന്നല്ലോ നിലപാടിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലേ? ഊരിയെറിഞ്ഞില്ലേ കുറ്റികൾ? അല്ലാതെ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ എതിരായി നിലപാടെടുത്ത്? 2019 പൂർത്തിയാക്കേണ്ട വിഴിഞ്ഞ 2025 പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക. ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത്? സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാരിന് അവകാശപ്പെടാനുള്ളത്? നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന് പറയും. ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ ഈ മന്ത്രിസഭയിലിരിക്കുന്ന ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണെന്ന്. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ്. പിന്നെ വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്നു. അത് കളമശ്ശേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. വീടുകളിൽ ഗ്യാസ് മറ്റേ കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാമോ? 10 കൊല്ലം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളത്തിൽ. ഭൂമി ഏറ്റെടുക്കൽ പറഞ്ഞു. നല്ല ചോദ്യമാണ്. ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ പ്രതിസന്ധിയിലായിരുന്നു. ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ 10 കൊല്ലം മുമ്പ് UPA ഗവൺമെന്റ് ഇത് പണിത് തന്നേനെ. എന്താണ് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമായിരുന്നത്? തുച്ഛമായ വിലയാണ് ഭൂമിക്ക് ഉണ്ടായിരുന്നത്, തുച്ഛമായ വില. എന്റെ നിയോജക മണ്ഡലത്തിൽ 23,000 രൂപയാണ് ഒരു സെന്റിന് കൊടുത്തത്. 10 സെന്റ് പോയാൽ 2,30,000. ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൽ താഴെ. 10 സെന്റ് പോണവന് 1 സെന്റ് കിട്ടില്ലായിരുന്നു. UPA ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നു. ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല, രണ്ടാമത് ഹൈവേ വന്നു. ആ ഹൈവേ വന്നതിന് ശേഷം അന്ന് 23,000 കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ 10 ലക്ഷം രൂപ കിട്ടിയത്. ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം എടുക്കണമെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സ്ഥലം എടുക്കാൻ പറ്റുന്നത് ഇപ്പോ. അതാണ് മാറ്റം. ആ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ സ്ഥലം എടുക്കാൻ പറ്റില്ല. ഏതിനെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു? ഏത് കാര്യത്തിനെതിരെ? ഹൈവേ വരുന്നതിനെതിരെ എവിടെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്? നിങ്ങൾ എന്താ ഈ പറയണത്?
CPM ഉണ്ടായിരുന്നു പണ്ട് പ്രതിഷേധത്തിൽ സ്ഥലം എടുക്കാൻ. ഞാനും ഞങ്ങളടക്കം കോൺഗ്രസും CPM കൂടി ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് എൻ്റെ പറവൂർ. കാരണം 23,000 രൂപയ്ക്ക് ഒരു സെന്റിന് സ്ഥലം എടുക്കാൻ വന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞു, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വന്നപ്പോൾ ഞാൻ സമരസമിതിക്കാരെ വിളിച്ചു പറഞ്ഞു, നല്ല പൈസ കിട്ടും, നല്ല പൈസ, നല്ല മാന്യമായത് കിട്ടും, ഇരട്ടി പൈസ കിട്ടും. വീടിന് 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ 25 കൊല്ലം മുമ്പ് പണിത വീടാണെങ്കിലും ആ ഇപ്പോഴത്തെ വില കണക്കാക്കുകയും അതിൻ്റെ 100% സൊല്യൂഷൻ കിട്ടും. ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ. അതിനുള്ള അന്തരീക്ഷം ഉണ്ടായത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ്. അല്ലാതെ CPM ഉം BJP യും കോൺഗ്രസും ഒക്കെ സമരം നടത്തിയിട്ടുണ്ട് പണ്ട്. കേന്ദ്രമന്ത്രിയുടെ ഒരു ആരോപണമാണ് DPR മാറ്റം വരുത്താൻ ഗുരുതരമായ ആരോപണമല്ലേ? അത് അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്രമന്ത്രിയാവുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു, അത് അടിയന്തരമായി അന്വേഷിക്കണം. DPR മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ആരാണ് ഇടപെട്ടെന്ന് നോക്കണം. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല. സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര NHAI ആയിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. റീലെടുക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ, കോർഡിനേഷൻ ഉണ്ടായില്ല. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു കേരളത്തിൻ്റെ പ്രത്യേകത എന്താ, നിങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി. സോയിലിൻ്റെ മണ്ണിൻ്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ മണ്ണിൻ്റെ ഘടന മാറുകയാണ്. 2 ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മുടെ പ്ലാനിംഗ് ബോർഡിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മണ്ണ് പരിശോധിക്കാതെ സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടിവെക്കുകയാണ് പലയിടത്തും. മനസ്സിലായില്ലേ? പില്ലർ ഉണ്ടാക്കി വെക്കുക, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. മണ്ണ് പരിശോധന നടത്താതെ ചെയ്യാൻ പാടില്ല. മണ്ണെന്ന് വെച്ചാൽ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. മറ്റൊരു കാര്യം, സൈദ്ധാന്തികനായി കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ കൊണ്ടുവന്ന ഗവർണർ സിന്ധുവുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിച്ചു. അതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം പോലെ ഗവർണറെ കണക്കേണ്ടതായി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിച്ചു. ചെയ്യാൻ പാടില്ല. രാജ്ഭവൻ ഇത്തരം രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കാൻ പാടില്ല. സർക്കാർ പ്രതിഷേധിക്കുമെന്ന് ഞാൻ കരുതിയത്. ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ പ്രതിഷേധം ഗവർണറെ അറിയിക്കണം, മുഖ്യമന്ത്രി അറിയിക്കണം, മുഖ്യമന്ത്രി പോയി അറിയിക്കണം. ചെയ്തില്ലല്ലോ. ഇപ്പോഴും അതിന്റെ കൂടെയാണ്. ഇവരെല്ലാം ഒരുമിച്ച് ഒരേ വഞ്ചിയിൽ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണെന്നുള്ളതിന് വല്ല വ്യത്യാസമുണ്ടോ? ഞങ്ങൾ പറയുമ്പോ അല്ലേ പ്രശ്നം, ഞങ്ങൾ പറയുമ്പോ അല്ലേ സത്യം. ഒരു തോണിയിൽ യാത്ര ചെയ്യാണ്. ഒരു RSS നേതാവൻ, നിങ്ങളൊരു മിലിറ്ററി എക്സ്പെർട്ടിനെ കൊണ്ടുപോവാ, നിങ്ങളൊരു ഫോറിൻ അഫയേഴ്സ് എക്സ്പെർട്ടിനെ കൊണ്ടുപോവാ, എന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് സംസാരിച്ചോ, നമുക്ക് ആർക്കും യാതൊരു വിരോധമില്ല. കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ പ്രസംഗമാണ്. രാജ്ഭവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചു ഈ RSS നേതാവ്. മുൻ പ്രധാനമന്ത്രിമാരെ ഇന്ത്യയുടെ വളരെ മോശമായി സംസാരിച്ചു. എന്ത് അവകാശമാണ് രാജ്ഭവൻ അത്തരം രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വിട്ടുകൊടുക്കാൻ? അത് തികഞ്ഞ അനൗചിത്യമാണ്. അത് ഗവർണറെ ബോധ്യപ്പെടുത്തണം സംസ്ഥാന സർക്കാർ. ധൈര്യം ഉണ്ടാവില്ല ഇപ്പോൾ, അതാണ് പ്രശ്നം. ഈ റോഡിന്റെ വിഷയത്തില് മറ്റിടങ്ങളിൽ ഇപ്പം ഇടിഞ്ഞു വീഴാത്ത സ്ഥലങ്ങളിൽ മഴ കനക്കുമ്പോൾ ഒരു പക്ഷേ ആശങ്ക ജനങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പരിശോധന നടത്തണ്ടേ? ഞാൻ പറഞ്ഞത് പരിശോധന നടത്തണമല്ലോ. ഇപ്പോൾ ഞാനും അയച്ചിട്ടുണ്ട് കത്ത്. ആർക്ക്? നിതിൻ ഗഡ്കരിക്ക്, കേന്ദ്രമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് കത്ത്. പേടിച്ചിരിക്കുന്നത് മാത്രമല്ല, ധാരാളം കനാലുകൾ, തോടുകളൊക്കെ അടഞ്ഞുപോയി, കനാലുകളെല്ലാം അടഞ്ഞുപോയി. ഭയങ്കര അശാസ്ത്രീയമാണ്. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ പോലും ഭയന്നായിരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഹൈവേ നിർമ്മാണത്തിന്റെ പ്രദേശത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് അറിയില്ല. വേറൊന്നുമില്ലല്ലോ. നിങ്ങളോടൊരു കാര്യം കൂടി പറയാമോ? നിങ്ങൾ ഇന്നലെ KPCC യോഗം കഴിഞ്ഞപ്പോൾ കുറേ പേര് പുനഃസംഘടന ഉണ്ടാവില്ല നിങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. ഞാൻ പറയുകയാണ്, KPCC പ്രസിഡന്റാണ് പറയുന്നത്, ഇന്നലെ അങ്ങനെ ഒരു ചർച്ചാ മീറ്റിംഗിൽ നടന്നിട്ടേ ഇല്ല. എന്നിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ആ വാർത്ത കൊടുത്തിട്ട് ഇപ്പൊ ഉച്ചയായപ്പോൾ പറയാണ് കേരള നേതാക്കളെ മറികടന്ന് പുനഃസംഘടന നടത്താൻ ഹൈക്കമാൻഡ്. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ചാനലുകൾ, കുറച്ച് മാധ്യമങ്ങൾ CPMന്റെ പിണിയാളുകളായി പ്രവർത്തിച്ച് കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കട്ടെ. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ് പുനഃസംഘടന. അതിട്ട് നടക്കൂല എന്ന് നിങ്ങൾ പറയുക, പിറ്റേ ദിവസം ഹൈക്കമാൻഡ് നടത്തുമെന്ന് പറയുക. നിങ്ങൾ KPCC പ്രസിഡന്റിനെ തീരുമാനിച്ച് കുറെ പേര് വഷളായതാണ്. ഇനി നിങ്ങളുടെ വിശ്വാസ്യത എല്ലാവരോടും അല്ല ഞാൻ പറഞ്ഞു, ചെയ്യുന്നവർക്ക് അറിയാം ആരാണ് ഇത് ചെയ്തത്. നിങ്ങളുടെ വിശ്വാസ്യത ദയവ് ഇത് നിങ്ങൾ കളയായിരിക്കും. നമുക്കെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണം. നിങ്ങളുടെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനൽ കാണുമ്പോൾ മാറ്റാൻ നമ്മളെയും കൊണ്ട് തോന്നിപ്പിക്കും. നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ കളയരുത്. നിങ്ങൾക്ക് എന്ത് കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ നടക്കണം?
ഞാൻ ചോദിക്കാം, എന്തിനാ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഇല്ലാത്ത കഥകൾ കോൺഗ്രസിനെ കുറിച്ച് ഉണ്ടാക്കുന്നത്. ഞങ്ങളെല്ലാം കൂടി ഇന്നലെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു വാർത്ത വന്നിട്ട്. പുനഃസംഘടന ഇല്ലാന്ന് ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. ഇന്നലത്തെ യോഗം അതിനാണോ വിളിച്ചു കൂട്ടിയത്? ഇന്നലത്തെ യോഗത്തിൽ ആ വിഷയം ചർച്ച പോലും വന്നിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോ കഥകൾ ചമയുക, നിങ്ങളുടെ വിശ്വാസത്തെ കളയല്ലേ എന്നൊരു, ഞാൻ പറഞ്ഞല്ല വിമർശനമല്ല കേട്ടോ, പരിഭവം. സംഘടനാ ചർച്ചകൾ തുടങ്ങി തോന്നുന്നു. അതൊക്കെ ഉചിതമായ സമയത്ത് നേതാക്കൾ കൂടിയിരുന്ന് ഉചിതമായ തീരുമാനം എടുക്കും. അതൊക്കെ ആഭ്യന്തരമായ പ്രശ്നങ്ങളല്ലേ. നിങ്ങളോട് വന്ന് രാവിലെ വന്ന് കോൺഗ്രസ് പുനഃസംഘടനയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഓരോ സ്ഥലത്ത് DCC പ്രസിഡന്റിനെ ഉണ്ടാക്കണം, 4-5 പേര് ഉണ്ടാക്കണം. ആളുകൾ ചിരിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യുന്നവര് എല്ലാവരും അല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിമർശിക്കില്ല, മാധ്യമങ്ങൾ സ്വാഗതം ചെയ്യുള്ളൂ. നിങ്ങൾ എന്നെ വിമർശിച്ചാൽ പിന്നെ ഞാൻ നോക്കും, അല്ലത് കറക്റ്റ് ചെയ്യാണ്ടാന്ന് നോക്കുന്ന ആളാണ്. ഇത് പരിഭവമാണ് ഞാൻ പറഞ്ഞത്.